അർത്ഥമറിയാതെ ജപിച്ചാൽ പോലും കൃഷ്ണനാമം അനുഗ്രഹമാവും. ഇതാ ഈ കഥ ഒന്ന് കേട്ടാലോ? കൃഷ്ണനാമം ജപിച്ച ഒരു കർഷകന്റെ കഥ. പണ്ട് ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ടൊരു കർഷകനുണ്ടായിരുന്നു. പാടത്തു കൃഷി നടത്തി ഉപജീവനം ചെയ്തുവന്ന അയാൾ ഒരിക്കൽ ധാന്യം വിൽക്കാനായി പോകുന്ന നേരത്ത് വഴിയരികിലെ ഒരു ആൽമരച്ചുവട്ടിൽ ഒരു കൃഷ്ണഭക്തനായ വൃദ്ധൻ ഏകാഗ്രതയോടെയിരുന്നു കൃഷ്ണ കൃഷ്ണ എന്നു പറയുന്നത് അയാൾ കേട്ടു. ആ നാമം എന്തുകൊണ്ടോ അയാളുടെ മനസ്സിൽ പതിഞ്ഞു. അയാളും അതുപോലെ കൃഷ്ണ കൃഷ്ണ എന്നു പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. അതിനുശേഷം പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ ഭക്തിയോ ഒന്നും ഇല്ലാതെ തന്നെ അയാൾ ഇടയ്ക്ക് കൃഷ്ണ കൃഷ്ണ എന്നു ജപിക്കും. കൃഷ്ണനാമം ജപിക്കുമ്പോൾ എന്തോ ഒരു സുഖം. ജോലിഭാരം അറിയുന്നില്ല. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ക്ഷാമം വന്നു. നാട് മുഴുവനും പട്ടിണിയും പരിവട്ടവുമായി. അയാൾക്കും കൃഷിയിൽ നഷ്ടം വന്നു. വിളവൊന്നും ശരിയാകുന്നില്ല. അടുത്ത ഗ്രാമത്തിൽ ഒരു ജ്യോത്സ്യനുണ്ടെന്ന് അയാൾ കേട്ടിരുന്നു. അദ്ദേഹത്തെ ചെന്നു കാണാൻ കർഷകൻ തീരുമാനിച്ചു. അദ്ദേഹം എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമായിരിക്കും എന്നു കർഷകൻ കരുതി. ജ്യോത്സ്യന്റെ അടുത്തെത്തി അദ്ദേഹത്തിനോട് അയാൾ വിവരം പറഞ്ഞു. ജ്യോത്സ്യർ അയാളുടെ ജാതകം നോക്കിയതിനുശേഷം കവടി നിരത്തി. പിന്നീട് ഒന്നും പറയാതെ ആ ജാതകം തിരിച്ചു നൽകി. കർഷകനോട് ഒരു ആഴ്ച കഴിഞ്ഞു വരൂ, അപ്പോൾ വിശദമായി പറഞ്ഞു തരാം. ഇപ്പോൾ എനിക്ക് കുറച്ചു തിരക്കുണ്ടെന്നു പറഞ്ഞു. കർഷകൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു മടങ്ങിപ്പോയി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ ജ്യോത്സ്യന്റെ അടുക്കൽ ജാതകവുമായി എത്തി. കർഷകനെ കണ്ട ജ്യോത്സ്യർ വളരെ അത്ഭുതപ്പെട്ടു. അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടു നിന്നു. ജ്യോത്സ്യൻ പകച്ചു നിൽക്കുന്നത് കണ്ട് കർഷകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. എന്നെ മറന്നുപോയോ? ജ്യോത്സ്യർ അത്ഭുതത്തോടെ പറഞ്ഞു, എനിക്കു നല്ല ഓർമ്മയുണ്ട്. നിങ്ങളെ മറന്നിട്ടു വേണ്ടേ ഓർക്കാൻ? നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇവിടെത്തി? കർഷകൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. എന്താ സ്വാമി, അങ്ങ് ആകെ പരിഭ്രമിച്ച മറ്റുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത്? ജ്യോത്സ്യർ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു പോയ ശേഷം നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഒന്നും വിടാതെ പറയൂ. അതിനുശേഷം നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയാം. കർഷകൻ പറഞ്ഞു, അന്നോ ഇവിടെ നിന്നും ഞാൻ വീട്ടിലേക്കു നടന്നു. ഈ രണ്ടു ഗ്രാമങ്ങൾക്കുമിടയിലുള്ള ആ കാട്ടുവഴിയിൽ എത്തിയപ്പോൾ പെട്ടെന്ന് മഴ വരുന്നതുപോലെ ആകാശം ഇരുണ്ടുകൂടി വന്നു. അതിശക്തമായ മഴ പെയ്യുമെന്നു തോന്നി. നനയാതിരിക്കുവാൻ എവിടെയെങ്കിലും തങ്ങാൻ ഇടം നോക്കി. അല്പം ദൂരെ ഒരു പഴയ മണ്ഡപം കണ്ടു. ഞാൻ വേഗം അങ്ങോട്ടു പോയി. അവിടെ മനുഷ്യവാസമുള്ള ലക്ഷണമൊന്നും കണ്ടില്ല. അതിനകത്തു കടന്നപ്പോൾ അത് ഒരു പൊളിഞ്ഞ ക്ഷേത്രമാണെന്ന് മനസ്സിലായി. എല്ലാം ഇടിഞ്ഞു വീഴാറായിട്ടുണ്ട്. അവിടുത്തെ ശ്രീകോവിലിനകത്ത് ഒരു പൊട്ടിയ ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ടു. കുറച്ചുനാളായി എനിക്ക് കൃഷ്ണ കൃഷ്ണ എന്ന് സദാ ഉരുവിടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതിനാലാവാം ആ വിഗ്രഹത്തിൽ ഒരു വല്ലാത്ത കൗതുകം തോന്നി. വളരെക്കാലമായി അവിടെ പൂജയും അലങ്കാരവും ഒന്നുമില്ലാതെ ആ കൃഷ്ണശില അവഗണിക്കപ്പെട്ടു കിടക്കുന്നു. എനിക്കെന്തോ വളരെ പ്രയാസം തോന്നി. എന്റെ കയ്യിൽ ധനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്ഷേത്രം ഒന്ന് വൃത്തിയാക്കാമായിരുന്നെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴേക്കും മഴ തകർത്തു പെയ്യാൻ തുടങ്ങി. ഞാൻ അവിടെയിരുന്ന് എന്റെ സങ്കൽപ്പത്താൽ ക്ഷേത്രം മനോഹരമാക്കി. എന്റെ സങ്കൽപ്പത്തിൽ കൃഷ്ണവിഗ്രഹത്തെ കഴുകി വൃത്തിയാക്കി. പട്ടുവസ്ത്രങ്ങൾ കൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും പൂമാലകൾ കൊണ്ടും അലങ്കരിച്ചു. ക്ഷേത്രം നിറയെ ദീപത്താൽ അലങ്കരിച്ചു. ദീപത്താലും ധൂപത്താലും ആരതി ചെയ്തു. സ്വാദിഷ്ടമായ പലഹാരങ്ങളും പായസവും ഫലങ്ങളും നേദിച്ചു. കുംഭാഭിഷേകം നടത്തി. എല്ലാവർക്കും അന്നദാനവും നൽകിക്കഴിഞ്ഞപ്പോൾ വല്ലാത്ത തൃപ്തിയും തോന്നി. സ്വപ്നത്തിലായിരുന്നെങ്കിലും ഇതെല്ലാം ശരിക്കും നടന്നതുപോലെ ഞാൻ അനുഭവിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം തോന്നി.
എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സമയത്താണ് പെട്ടെന്നു എന്റെ തലയുടെ മുകളിൽ നിന്നും ഷ് എന്നൊരു ശബ്ദം കേട്ടത്. ഞാൻ ഞെട്ടിയുണർന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു സർപ്പം എന്റെ തലയ്ക്കു മുകളിൽ എന്നെ കൊത്താനായി നിൽക്കുന്നു. ഭയത്തിൽ ഞാൻ ഉറക്കെ കൃഷ്ണ കൃഷ്ണ എന്നു വിളിച്ചുകൊണ്ടു പുറത്തേക്കു ഓടി. ഞാൻ പുറത്തു വന്നതും ആ ക്ഷേത്രവും കൽമണ്ഡപവും ഒന്നായി ഇടിഞ്ഞു വീണു. ഒരു നിമിഷം വൈകിയെങ്കിൽ ഞാൻ അതിനടിയിൽപ്പെട്ട് മരിക്കുമായിരുന്നു. കൃഷ്ണൻ തന്നെ എന്നെ കാത്തു എന്ന് ഞാൻ ഉറപ്പിച്ചു. അത്ഭുതം പോലെ അതുവരെ തകർത്തു പെയ്ത മഴ പെട്ടെന്നു നിലച്ചു. ഞാൻ തിരികെ വീട്ടിലേക്കു നടന്നു. ഇത്രയും പറഞ്ഞ് കർഷകൻ ജ്യോത്സ്യനെ നോക്കി. ഇതെല്ലാം കേട്ട ജ്യോത്സ്യർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കർഷകന്റെ കാലിൽ വീണു നമസ്കരിച്ചു. കർഷകൻ ഒന്നും മനസ്സിലായില്ല. അയാൾ പിന്നോട്ടു മാറിക്കൊണ്ട് ജ്യോത്സ്യരോട് ചോദിച്ചു, അങ്ങ് എന്ത് വിവേകമാണ് കാണിക്കുന്നത്? എന്താ എന്തുപറ്റി? എന്റെ കാലിൽ വീഴാൻ എന്തു യോഗ്യതയാണ് എനിക്കുള്ളത്? ജ്യോത്സ്യൻ പറഞ്ഞു, അങ്ങയെപ്പോലെ ഒരു കൃഷ്ണഭക്തനെ നമസ്കരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചുവല്ലോ. ഇവിടുന്നു വന്ന ദിവസം ഞാൻ ജാതകം നോക്കിയപ്പോൾ അങ്ങയുടെ മരണസമയമെടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. വിധിയെ മറികടക്കാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നും ഞാൻ നോക്കി. പ്രശ്നത്തിൽ കണ്ടത് കൃഷ്ണൻ ഒരു ക്ഷേത്രം നിർമ്മിച്ച് കുംഭാഭിഷേകം നടത്തുന്നത് മാത്രമാണ്. അതിനു പരിഹാരം എന്നായിരുന്നു. പക്ഷേ അങ്ങ് ഇവിടെ വന്നതു തന്നെ പട്ടിണി മാറ്റുവാൻ എന്തെങ്കിലും ഉപായം ഉണ്ടോന്നു ചോദിക്കാനായിരുന്നു. പിന്നെ അങ്ങയോട് ഇതു പറഞ്ഞിട്ട് എന്തു പ്രയോജനം? മരണം അടുത്തു എന്ന് പറഞ്ഞു. ഭയപ്പെടുത്തേണ്ട എന്നു കരുതിയാണ് അടുത്ത ആഴ്ച കാണാമെന്നു പറഞ്ഞ് ഞാൻ മടക്കി അയച്ചത്. അങ്ങു പറഞ്ഞതുപോലെ അറിയാതെ ഒരു നേരമ്പോക്കായി ചൊല്ലിയ ആ കൃഷ്ണനാമം അങ്ങയെ അത്ഭുതാവഹമായി രക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സമയത്ത് മാനസികമായി ക്ഷേത്രം നിർമ്മിച്ചു കുംഭാഭിഷേകവും നടത്തിയത്. ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ധനമോ സമയമോ ഇല്ല എന്നറിഞ്ഞ ശ്രീകൃഷ്ണഭഗവാൻ മാനസികമായി കുറച്ചു സമയം കൊണ്ടു അങ്ങ് നിർമ്മിച്ച ക്ഷേത്രത്തിൽ പരിപൂർണ സംതൃപ്തനായി. ഭഗവാൻ തന്നെയാണ് സർപ്പരൂപത്തിൽ അവിടെ വന്ന് ഒരു വലിയ ആപത്തിൽ നിന്നും അങ്ങയുടെ ജീവനെ രക്ഷപ്പെടുത്തിയത്. കർഷകൻ എല്ലാം കേട്ടു അത്ഭുതപ്പെട്ടു നിന്നുപോയി. കൃഷ്ണ കൃഷ്ണ, എത്ര വലിയ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്! ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ടു മാത്രമല്ലേ ആ സമയത്തു മഴ വന്നതും തന്നെ ആ പാഴ്മണ്ഡപത്തിൽ കൊണ്ടെത്തിച്ചതും എല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപയല്ലേ? വലിയ ഉറച്ച വിശ്വാസം ഒന്നും ഇല്ലാതെ വെറുതെ കൃഷ്ണ കൃഷ്ണ എന്നു ഉരുവിട്ടുകൊണ്ടിരുന്നതിനു ഭഗവാൻ ഈ കൃപ ചെയ്തിരിക്കുന്നു. അപ്പോൾ താന് ഭഗവാനിൽ ദൃഢഭക്തിയോടെ ഭക്തി ചെയ്താൽ ഭഗവാൻ എന്താണ് തരാത്തത്? അയാൾ ഭക്തിയോടെ ഉറക്കെ വിളിച്ചു, ഹരേ കൃഷ്ണ.